പ്രൈസ് ഗോഡ്. Praise the Lord. കർത്താവിൽ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. हालेलुया। परमेश्वर में अच्छे समयों के लिए मैं प्रभु का धन्यवाद करता हूँ। ക്രിസ്തുവിൽ എല്ലാവർക്കും എന്റെ പ്രഭാതവന്ദനങ്ങൾ. मसीह में सभी को हालेलुया प्रेम वंदना। കർത്താവിന്റെ ദാസൻ ദീപു പാസ്റ്റർ പ്രിയ ഷോജയ്ക്കായി കർത്താവിന് സ്തോത്രം. विशेष तौर से परमेश्वर के दास दीपू पास्टर भाई शोजो के लिए വ്യത്യസ്തയിടങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവവചനത്തിന് മുമ്പിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. दुनिया के विभिन्न भागों से परमेश्वर की उपस्थिति में आए हुए परमेश्वर के वचनों को सुनने वाले प्रभु के हर एक लोगों को प्रभु यीशु के नाम में मेरा प्रेम वंदना। ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന മകളായി മാറട്ടെ. सुबह का समय हालेलुया समय है प्रियो जब परमेश्वर आप सबों को बहुत ऐसे आशीषित करने जा रहे हैं। വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായി बड़े प्रार्थना के साथ हम परमेश्वर की उपस्थिति में बने रहेंगे। നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പലതിലെയും ദൈവ നിയോഗങ്ങളെ നാം തിരിച്ചറിയുവാൻ തയ്യാറാകുക. हमारे जीवन में जो कुछ हालेलुया होने पर है उन सारे बातों के परमेश्वर की अगुवाई को हम अपने जीवन में पहचान ले। ദൈവത്തിന്റെ ടൈമുകളെ നാം തിരിച്ചറിയുന്നവരായിരിക്കണം. परमेश्वर के समयों को हम जानने वाले बनने पाए। ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പോകുന്ന സമയങ്ങളെ കുറിച്ചൊരു ബോധ്യം തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിരിക്കണം. परमेश्वर हालेलुया कौन से समय पर हमारे जीवन में क्या क्या करेंगे उन सारे बातों के बारे में एक जानकारी और एक समझ और पहचान हमारे अंदर होना चाहिए। അതേത് കാലഘട്ടം വരെ ഉണ്ടാകുമോ അതിന്റെ ദൈർഘ്യം എത്രയെന്നുമുള്ള ഒരു ബോധ്യം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വ്യാപിക്കും. और इन दिनों में हमें इस बात की समझ होनी चाहिए कि वो समय परमेश्वर के कामों का समय कितना होगा, कब तक वो चलता रहेगा, उन बातों को हमें जानना जरूरी है प्रियो। ആ ഒരു ദൈവത്തിന്റെ സമയങ്ങളെ ദൈവ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞാൽ പല മേഖലയിൽ പിന്നീട് നമുക്ക് നിരാശപ്പെടേണ്ടിയോ നമ്മുടെ ഹൃദയത്തിൽ വേദനകളോ ഉണ്ടാകുകയും. आमीन। इस प्रकार परमेश्वर की अगुवाइयों को और परमेश्वर के समयों के बारे में अगर हम जान लेंगे तो फिर हमारे हृदय में फिर अनेक विषयों को लेकर फिर दुख नहीं रहेगा। കാരണം എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ സമയത്ത് ദൈവമാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. क्योंकि मेरे जीवन में भी परमेश्वर की आत्मा ने मेरे जीवन में ठीक ठीक समय में काम किया है। പരിശുദ്ധാത്മാവിന്റെ സമയങ്ങളെ തിരിച്ചറിയുക. परमेश्वर की आत्मा के समयों को इसलिए हमें समझना और पहचानना जरूरी है। വേദപുസ്തകത്തിൽ ഓരോ കഥാപാത്രങ്ങളെ വ്യക്തികളെ നാം പഠിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം അസാധാരണമായിരിക്കുന്ന ദൈവത്തിന്റെ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ചലിക്കുന്നവരായിരുന്നു. आमीन। परमेश्वर के वचन में हालेलुया के एक व्यक्तियों को जब हम देखते हैं उनके बारे में जब सीखते हैं तो जान सकते हैं कि वे लोग परमेश्वर की अगुवाई को जानकर परमेश्वर के समयों के अनुसार वो आगे बढ़ते थे। അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിന്റെ പല മേഖലകളിൽ വിജയിച്ചു. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ ദൈവിക ദൗത്യങ്ങൾ അവർ വിജയിപ്പാൻ കാരണമായി തീർന്നിട്ടുണ്ട്. और इस वजह से हम देखते हैं कि परमेश्वर ने उनको जो जो जिम्मेदारियां सौंपी थी, जो जो सेवकाइयां दी गई थी, उन सारे सेवकाइयों में जिम्मेदारियों में वे लोग सफल हुए हैं। പ്രത്യേകിച്ച് സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വേലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ നിയോഗത്തിൽ ചലിക്കുക എന്നുള്ളത്. विशेष रूप से जो लोग परमेश्वर के राज्य में सेवकाई कर रहे हैं, प्रभु की सेवा में जितने लोग हैं, उनके जीवन में सबसे महत्वपूर्ण बात यही है कि परमेश्वर की अगुवाइयों के अनुसार आगे बढ़ना है। അവർ ഓരോ സമയത്തിലും ഓരോ കാലഘട്ടത്തിലും ദൈവ നിയോഗത്തിനനുസരിച്ച് അവർ ചലിച്ചുകൊണ്ടേയിരിക്കും. और वे लोग हर एक समयों में परमेश्वर के दास लोग हर एक समयों में हर एक वक्त परमेश्वर की अगुवाइयों में ही चलते रहे हैं। അത് റിമോട്ട് കൺട്രോളിൽ ചലിപ്പിക്കുന്നത് പോലെ ആയിരിക്കും ദൈവ സാന്നിധ്യം നമ്മെ നിയോഗങ്ങൾക്കായി ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. आमीन। जिस प्रकार एक रिमोट कंट्रोल से चलाया जाता है वैसे ही परमेश्वर की उपस्थिति ठीक ठीक समय पर हमें लेकर चलती है प्रियो। നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നമ്മുടെ മിനിസ്ട്രിയിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ സ്പർശിക്കുന്ന ദൈവത്തിന്റെ നിയോഗം. आमीन। हमारे जीवन के हर एक मंडलियों में, जीवन की हमारे सेवकाइयों में, हर प्रकार की बातों में परमेश्वर की उपस्थिति हमें अगुवाई देती है। ദൈവം നമ്മോട് സംസാരിക്കുമോ? ദൈവ നിയോഗമുള്ളിൽ പ്രേരണകൾ നൽകും. ഈ കാലഘട്ടത്തിലും ഈ സമയത്തും നിങ്ങൾക്ക് അത് നൽകുന്നവനാണ് ദൈവം. आमीन। क्या परमेश्वर हमसे बात करता है? क्या परमेश्वर हमें अगुवाई देता है? हाँ बिल्कुल, इस समय में भी, इस युग में भी परमेश्वर हमें अगुवाई देता है, हमसे बात करता है। ചിലർ ദൈവത്തിന്റെ ശബ്ദങ്ങളെ ഇന്നും കാതിൽ കേൾക്കുന്നവരുണ്ട്. और कुछ लोग आज भी ऐसे हैं जो लोग परमेश्वर की आवाज को अपने कानों में सुनते हैं। ചിലർക്ക് ഹൃദയത്തിൽ ദൈവത്തിന്റെ ശബ്ദങ്ങളെ നിയോഗങ്ങളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. कुछ लोग परमेश्वर की आवाज को अपने हृदय में, अपने मनों में हालेलुया साफ साफ सुन पाते हैं। അത് സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുമായി ദൈവവുമായി നമുക്ക് ബന്ധമുണ്ടായിരിക്കും. अगर ऐसा हमें हमारे जीवन में भी अगर ऐसा होना है तो पवित्र आत्मा के साथ हमारा एक गहरा संबंध होना जरूरी है। ഞാൻ പറഞ്ഞത് ഹൃദയത്തിൽ ഉരുത്തിരിയുന്ന ചിന്തകളോ ഏതെങ്കിലും സങ്കല്പങ്ങളെ കുറിച്ചല്ല, കൃത്യമായ ദൈവിക ഇടപെടലുകൾ. आमीन। मैं जो बोल रहा हूँ उन विचारों के बारे में या फिर हमारी चिंताओं के बारे में नहीं जो हमारे मन में आता है, मगर
जो साफ साफ स्पष्ट रूप में परमेश्वर की आवाज के बारे में मैं बात कर रहा हूँ। ഓൾ ബൈബിൾ വേദപുസ്തകം മുഴുവൻ നിങ്ങൾ പഠിച്ചാൽ ദൈവ നിയോഗത്തിൽ ചലിക്കപ്പെട്ട ദൈവത്തിന്റെ സമയങ്ങളെ തിരിച്ചറിഞ്ഞ ദൈവപുരുഷന്മാരുണ്ടായിരുന്നു. आमेन। जब पूरे बाइबल को जब हम देखते हैं और सीखते हैं तो परमेश्वर के वचनों के अनुसार, परमेश्वर के समय के अनुसार आगे बढ़े हुए परमेश्वर के भक्तों को हम देख सकते हैं। അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. ऐसा एक व्यक्ति था एलिया, തന്റെ കാലഘട്ടത്തിലാണ് ഭൂമിയിൽ ഏറ്റവും അധികം വരൾച്ച ഉണ്ടാകുന്നത്. और उनके समय में हालेलुया एलिया के समय में हम जानते हैं दुनिया में सबसे बड़ा अकाल पड़ा। എപ്പോൾ മഴ നിൽക്കുമെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. आमेन हालेलुया। वहां पर उस समय हालेलुया सूखापन था, पानी की कमी थी, वो जानते थे कि अब बारिश कभी भी रुक सकती है। ഇപ്പോഴുള്ള അന്തരീക്ഷങ്ങൾ ക്ലൈമറ്റുകൾ ചേഞ്ച് ആകാൻ പോകുന്നുവെന്നുള്ള ബോധ്യം നന്നായി അകത്ത് പ്രാപിച്ച മനുഷ്യനായിരുന്നു ഏലിയാവ്. एलिया को समझ आ गया कि हालेलुया जो वातावरण और जो प्रकृति अभी मैं देख रहा हूँ वो सब अब जब जल्दी वो सब बदलने जा रहा है, बारिश रुकने जा रही है। ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ചില നാളുകളിലേക്ക് ഭൂമിയിൽ മഞ്ഞുമഴയും പെയ്യുകയില്ല. आमेन। इस प्रकार एलिया ने इस प्रकार एक दिन बोला कि अब आगे के कुछ समय तक भूमि पर ना तो बादल दिखेंगे ना ही मेघ बरसेगा। പിന്നീട് കുറെ വർഷങ്ങൾ ഭൂമിയിൽ വരൾച്ചയായിരുന്നു. फिर हम देखते हैं पूरे आगे के कुछ सालों तक भूमि पर पूरा सूखापन रहा। വരൾച്ചയുടെ ഭീകരത അറിയണമെങ്കിൽ യിരെമ്യാ പ്രവചനം 14 അധ്യായത്തിൽ വരൾച്ച എന്താണെന്നുള്ള കാര്യം പ്രവാചകൻ ആത്മാവിൽ ദർശിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. आमेन हालेलुया। ये सूखापन क्या होता है उसके बारे में अगर जानना है तो यिर्मयाह नबी की पुस्तक 14वें अध्याय में परमेश्वर के दास आत्मा में कुछ बातों को कहते हुए हम देख सकते हैं। ഭൂമിയിൽ വരൾച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നേ അത് പട്ടണങ്ങളെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. आमेन हालेलुया। जब दुनिया में सूखापन छा जाता है तब हालेलुया शहरों में उसका प्रभाव हम देख पाते हैं। 14 അധ്യായത്തിൽ യിരെമ്യാ പ്രവചനത്തിൽ വായിക്കുന്ന വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് യെരൂശലേമിലെ അല്ലെങ്കിൽ ആ പട്ടണത്തിലെ, യെരൂശലേം പട്ടണമാണല്ലോ, അവിടുത്തെ കുലീനന്മാർ തങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരെ കുളങ്ങൾക്കരികിലേക്ക് അയച്ചിട്ട് അവർ നിരാശയോടെയാണ് വെള്ളമില്ലാതെ പാത്രങ്ങളുമായി മടങ്ങി വരുന്നത്. आमेन हालेलुया। जो इस यिर्मयाह नबी की पुस्तक 14वें अध्याय में हम इस प्रकार देखते हैं जब वहां पर सूखापन हालेलुया होने लगा, जब सब सूखने लगा, तब वहां के बड़े लोग जो थे अपने घर के दासों को पानी भरने के लिए वो भेजते थे, मगर गड्ढों के पास या कुओं के पास आकर पानी जब उनको नहीं मिलता था तो वो काफी निराश होकर वापस जाते थे। അതുകൊണ്ട് പട്ടണത്തിൽ നിരാശ ഉണ്ടാകുന്നു. പട്ടണത്തിൽ വരൾച്ച നിമിത്തം പട്ടണത്തിൽ പലരും നിരാശപ്പെടുകയാണ് വെള്ളമില്ലാതെ. और उस सूखेपन की वजह से शहर में पानी ना मिलने की वजह से पूरे शहर में जो है लोग निराश हो चुके हैं। രണ്ടത് ഗ്രാമങ്ങളെ ബാധിക്കും. കാരണം ഉഴവുകാർ ലജ്ജിക്കുന്നുവെന്നാണ് വചനം പറയുന്നത്. और हालेलुया फिर दूसरा जो है आमेन गांवों में भी काफी समस्या होती है करके हम वचन में फिर देखते हैं। വിതയും കൊയ്ത്തും ഉഴവ് നടക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണല്ലോ. आमेन गांवों में हम देखते हैं किसानों को फिर काफी दिक्कत होती है क्योंकि सबसे ज्यादा खेती जो है गांवों में ही हम देखते हैं। ഒന്ന് പട്ടണങ്ങളെ, രണ്ട് ഗ്രാമങ്ങളെ, മൂന്ന് വനപ്രദേശങ്ങളെ, കാടുകളെ അത് ബാധിച്ചു വരൾച്ച. आमेन हालेलुया। इस सूखापन की वजह से सबसे पहला तो शहरों में काफी प्रभावित हुए हैं, गांव प्रभावित हुए हैं, अब तीसरा जो है वन, बड़े बड़े जंगल भी प्रभावित हुए हैं। 5-ാം വാക്യം 14-ാം അധ്യായത്തിൽ മാൻപേട തന്റെ കുഞ്ഞിനെ പുല്ലിലായുകയാൽ അതിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. आमेन 5वें पद में हम इस प्रकार देखते हैं हिरनी भी मैदान में बच्चा जनकर छोड़ जाती है। ആ മാൻപേടയ്ക്ക് തന്റെ കുഞ്ഞിനെ വളർത്തണമെന്നുണ്ട്. പക്ഷേ മഴയില്ലാത്തത് കൊണ്ട്, വനത്തിലൊന്നും പുല്ല് കിളിർക്കാത്തത് കൊണ്ട് ആ കുഞ്ഞിനെ അത് ആ വനത്തിൽ ഉപേക്ഷിച്ചത് യാത്രയായി. आमेन हालेलुया। हिरनी अपने बच्चे को जन्म देने के बाद उसका पालन पोषण करना तो चाहती है, मगर घास ना मिलने की वजह से, बारिश ना होने की वजह से उस बच्चे को वहीं पर छोड़कर वो चली जाती है। സ്വന്തം കുഞ്ഞിനെ മാൻപേട ഉപേക്ഷിക്കുവാൻ കാരണം വരൾച്ചയാണ്. देखो एक माँ अपने बच्चे को इसलिए छोड़ रही है क्योंकि वहां पर देश में सूखापन है। 6-ാം वाक्യം പറയുന്നു, കുറുനരിയെ പോലെ മുട്ടക്കുന്നിൽ നിന്നുകൊണ്ട് കാട്ടുകഴുത കിതച്ചുകൊണ്ട് നിൽക്കുകയാണ്. 6वें पद में लिखा है कि जंगली गधे भी मुंडे ठीलों पर खड़े हुए गीदड़ों के समान हाँफते हैं। സസ്യങ്ങളില്ലാത്തത് കൊണ്ട് അതിന്റെ കണ്ണുകളുടെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു. देखो हरियाली ना होने की वजह से, खाने को कुछ ना मिलने की वजह से उनकी आंखें धुंधला पड़ चुकी है। അപ്പോൾ വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും വനപ്രദേശങ്ങളെയും എല്ലാം ഒരുപോലെ സ്വാധീനിക്കുവാൻ കാരണമായി. आमेन। इसलिए जब सूखापन आता है तब वो शहरों को, गांवों को, जंगलों को हालेलुया काफी प्रभावित करता है। प्रियो ഏലിയാവിന്റെ കാലത്തും വരൾച്ചകൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. हम एलिया के समय में भी जब सूखापन पड़ा तो ऐसा ही कुछ हुआ होगा। എന്നാൽ ഈ മനുഷ്യൻ ഒരു ഭയങ്കര ദൈവത്തിന്റെ നിയോഗങ്ങൾക്കകത്തായി. मगर एलिया को हम देखते हैं वो परमेश्वर की अगुवाई में चलने वाला, जीने वाला एक व्यक्ति था। അദ്ദേഹം ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുമ്പോൾ, ഒരു കണ്ടൽക്കാടുകളുള്ള ഒരു തോടിനരികിൽ ഒളിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണവുമായി
ഒരു കാക്ക പറന്നു വരുമായിരുന്നു. आमेन। एलिया जब हालेलुया डर के मारे एक नाले के पास जाकर छुपकर बैठा हुआ था, उस जंगल के अंदर जब जाके छुपकर बैठा हुआ था, वहां पर उनको खाने के लिए एक कौआ उसके पास भोजन लेकर आया करता था। ദീർഘവർഷങ്ങൾ ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിന് കാക്ക കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തില്ല. आमेन। पूरा जीवन भर वो कौआ उनको भोजन खिलाता नहीं रहा, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് ദൈവം അദ്ദേഹത്തെ മാറ്റുകയായി. मगर कुछ समय के बाद हम देखते हैं परमेश्वर ने उनको उस जगह से हालेलुया हटा दिया, दूसरी जगह उनको ले गए। ചില പ്രദേശങ്ങളിൽ ചില സമയങ്ങളിൽ മാത്രമേ നമ്മെ ദൈവം ഇരുത്തുകയുള്ളൂ. आमेन। कुछ जगहों में केवल कुछ समयों के लिए ही परमेश्वर हमें रखता है। കാക്കയുടെ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മറച്ചു മാറ്റിയപ്പോൾ അദ്ദേഹം നിരാശപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ദൈവത്തിന്റെ സമയം തീർന്നിരിക്കുന്നു. आमेन हालेलुया। जब कौवे का आना बंद हुआ तब एलिया निराश नहीं हुआ, क्योंकि वो जानता था कि परमेश्वर का समय मेरे जीवन में यहाँ के लिए समाप्त हो चुका है। അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികൾ ചില പ്രത്യേക സമയത്ത് നിറവേറ്റപ്പെടുവാൻ വേണ്ടി ചില പ്രത്യേക അന്തരീക്ഷത്തിൽ ദൈവം നമ്മെ ഇരുത്തും. ശേഷം നാം നിരാശപ്പെടുകയില്ല. आमेन हालेलुया। इसलिए परमेश्वर के कामों को प्रकट करने के लिए परमेश्वर इस प्रकार कुछ समयों के लिए हमें ऐसे जगहों में बैठाता है, मगर हम निराश नहीं होंगे। അത്ര സമയം അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിന്തിക്കുക. आमेन। केवल हम इतना सोचे कि हमारे लिए उतना ही समय था परमेश्वर ने जो हमें वहां पर रहने दिया है। പിന്നീട് പോകുന്നത് ഒരു സാരാഭാത്ത് എന്ന് പറഞ്ഞ പട്ടണത്തിലായിരുന്നു. और आगे को हम देखते हैं एक सारफात नाम के एक हालेलुया देश में जाते हुए हम देख सकते हैं। അദ്ദേഹം ഒരു വിധവയുടെ വീട്ടിൽ താമസിക്കാൻ ചെന്നു. ആ വിധവയുടെ വീട്ടിലെ കലത്തിനകത്ത് അല്ലെങ്കിൽ പാത്രങ്ങളിൽ ഭക്ഷണം പദാർത്ഥങ്ങൾ മാവുകൾ എന്നും ഉണ്ടാകുമായിരുന്നു. और वहां पर एक विधवा के घर में वो जा पहुंचे, वहां पर उनके रसोई में बहुत ही हालेलुया खाने को जो था हर दिन उनको मिला करता था। ആ മാവ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അടച്ചിടുവാനുള്ള ഭക്ഷണ പദാർത്ഥം ഉണ്ടാകുന്നത് ഒരു പാത്രത്തിനകത്ത് എന്നും നിർഗളിച്ചുകൊണ്ടേയിരുന്നു. അത് आमेन हालेलुया। जो उनको रोटी बनाने के लिए जो आटा या मैदा वहां पर उनके रसोई में जो रखा था, वो हर दिन की जरूरत के अनुसार वो बढ़ता ही गया। ഈ ക്ഷാമകാലത്തെങ്ങും ഒരു കടയിലും എങ്ങും ഒരു സാധനം ഇല്ലാതിരിക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ മാത്രം ഭക്ഷണമായിരുന്നു. आमेन। वो अकाल का समय था प्रियो, मगर कहीं पर भी दुकानों में भी कुछ सामान खरीदने को भी नहीं मिलता था। ऐसे समय में इनके घर में हर दिन का भोजन उन्हें मिलता था। കാരണം ആ ടൈമിങ്ങിൽ അവളുടെ വീട് അവളുടെ കുടുംബം നിയോഗത്തിനകത്ത് കയറി നിൽക്കുന്ന ടൈമായിരുന്നു. देखो वो समय ऐसा समय था कि उनका परिवार जो है परमेश्वर की अगुवाई में प्रवेश कर चुके थे। ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിയോഗത്താൽ ചിലത് ആരംഭിക്കാൻ പോകുകയാണ്. परमेश्वर आपके जीवन में भी इस प्रकार अपनी अगुवाई में कुछ शुरुआत करने जा रहे हैं। ആ ക്ഷാമകാലത്തിൽ പട്ടിണി കിടക്കാതെ നല്ല രീതിയിൽ ജീവിച്ചൊരു കുടുംബം അവളുടെ കുടുംബമായി. आमेन। उस अकाल के समय में हालेलुया भूखा ना रहते हुए अच्छे से खा पी कर रहा हुआ एक परिवार उनका परिवार था। ആ ക്ഷാമം പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ഒത്തിരി സ്വാധീനിച്ചുവെങ്കിലും അവളുടെ ജീവിതത്തിൽ ആ ക്ഷാമത്തിന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. आमेन। उस देश में, पूरे देश में, शहरों में, गांवों में, हालेलुया हर जगहों में वो अकाल ने काफी प्रभाव लेकर आई थी, मगर उनके उस विधवा के घर में हालेलुया ये अकाल कोई भी प्रभाव नहीं ला पाई। അവളുടെ ജീവിതത്തിൽ ക്ഷാമങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. हालेलुया उनके जीवन में अकाल कुछ नहीं कर पाया, കാരണം അവൾ ദൈവത്തിന്റെ ടൈമിനകത്തായിരുന്നു. क्योंकि वो परमेश्वर की अगुवाई में, परमेश्वर के समय के अनुसार वो जीवन जी रही थी। നിങ്ങൾ ദൈവത്തിന്റെ ടൈമിങ്ങിൽ നിങ്ങൾ ദൈവത്തിന്റെ സമയത്തിന്റെ ആ ദൈവ പദ്ധതിക്കകത്താണെങ്കിൽ നിങ്ങൾ പല മേഖലകളെ അതിജീവനം പ്രാപിക്കാൻ പോകുകയാണ്. यदि आप भी हालेलुया परमेश्वर के अगुवाई में हैं, परमेश्वर के उस समय के अधीन जी रहे हैं, तो इस प्रकार के हालेलुया अनुग्रह को आप देख पाओगे। നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിയാൻ തയ്യാറാകുക. आप परमेश्वर की योजनाओं को पहचानने के लिए, समझने के लिए इन दिनों में तैयार हो जाए। ദൈവത്തിന്റെ സമയത്ത് നിങ്ങൾ അതിനായി ആ നിയോഗങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കുക. आमेन। परमेश्वर के अगुवाई में, परमेश्वर के उन समयों के अधीन आप होकर हालेलुया उसके अनुसार आगे बढ़े। ആ ക്ഷാമം പലർക്കും അത് ഭയങ്കര നഷ്ടങ്ങൾ വരുത്തി വെച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി. और हम देखते हैं प्रियो हालेलुया उस अकाल अनेक लोगों के जीवन में काफी भयंकर हालेलुया समय थे, मगर उस स्त्री के जीवन में काफी आशीष का समय हो गया। ഈ കൊറോണ വൈറസ് ഉണ്ടാകുന്ന സമയത്ത് പലർക്കും ഭയങ്കര നഷ്ടങ്ങളും ഒക്കെ വരുത്തി വെച്ചെങ്കിലും ചിലർക്കൊക്കെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. आमेन हालेलुया। ये कोरोना वायरस अनेक लोगों के जीवन में काफी नाश विनाश को, काफी परेशानियों को लेकर आया है, मगर कुछ लोगों के लिए तो काफी आशीष का कारण बना है। പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അത് അനുഗ്രഹമായിരുന്നു. काफी लोगों को बोलते हुए मैंने सुना है कि ये कोरोना वायरस हमारे जीवन में तो आशीष का कारण हुआ है। എന്താ കാര്യം നമ്മൾക്കറിയില്ല. और उसकी वजह क्या है करके हम नहीं जानते। അവരുടെ ജീവിതത്തിൽ അവരെന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടാകാം. हो सकता है कि उन्होंने अपने जीवन में कुछ पाया होगा। എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ഭൂമിയിൽ മഴ പെയ്യുന്ന സമയമായി. मगर कुछ समय के बाद ऐसा हुआ कि उस देश में वहां पर बारिश होने लगी। ഏലിയാവ് ആ വീട്ടിലില്ല. एलिया वहां पर उस घर में नहीं था। ഒരിക്കൽ മഴ പെയ്ത് ഭൂമിയിൽ ധാന്യങ്ങൾ വിളഞ്ഞപ്പോൾ ആ കലത്തിനകത്ത് പിന്നെ മാവ് ഉണ്ടായിട്ടില്ല. आमेन हालेलुया। वहां पर उस देश में जब बारिश हुई और अनाज लगे, उस
उसके बाद उस विधवा के घर में जो भोजन था वो वहां पर रुक जाते हुए हम देख सकते हैं। അയ്യോ ഇത്ര നാളും ഈ പാത്രത്തിൽ നിന്ന് ഞാൻ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നതാണല്ലോ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന ഓർത്ത് അവൾ ഭാരപ്പെട്ടില്ല. അവൾക്ക് മനസ്സിലായത് ദൈവത്തിന്റെ ടൈം ആയിരുന്നു, അത് കഴിഞ്ഞിരിക്കുകയാണ്. आमेन हालेलुया। और उतने समय के बाद जब उनके रसोई में खाना जो अपने आप परमेश्वर उनको दिया करते थे वो जब रुक गया, तब उन्होंने ये नहीं सोचा कि अब आगे कैसे होगा, क्या करूंगा, क्या करूंगी, ये सब उसने सोचा नहीं, मगर उसको समझ आ गया कि ये परमेश्वर का समय था और ये परमेश्वर के समय में ही समाप्त हुआ है। ജീവിതത്തിൽ മഴ പെയ്യാതെ ഒരിക്കലും കലം അടയുകയുമില്ല. आमेन। जब तक जीवन में बारिश ना हो तब तक हालेलुया वो खाना बंद भी नहीं हो सकता है। മഴ പെയ്യുന്ന കാലമൊക്കെ നിന്റെ കലമടയാതെ വണ്ണം നിന്നെ സംരക്ഷിക്കുന്ന ദൈവം. आमेन। जब तक बारिश ना हो तब तक आपके परिवार को, आपके जीवनों को सुरक्षित रखने वाला परमेश्वर है वो परमेश्वर। എന്നാൽ കലമടഞ്ഞല്ലോ, ഇനിയിപ്പോ ഒരു നന്മ ഉണ്ടായില്ലെന്ന് ഓർത്ത് അവൾ ഭാരപ്പെട്ടില്ല. आमेन। रसोई में उस भोजन का आना बंद हो गया करके उसने सोचकर वो दुखी नहीं हुई। അതാ ഞാൻ പറഞ്ഞ എല്ലാത്തിനും ദൈവത്തിന്റെ സമയങ്ങളുണ്ട്. इसलिए मैंने आपको पहले बताया कि हर बातों के लिए परमेश्वर का एक समय है प्रियो। അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ദുഃഖിക്കുകയില്ല. यदि आप उन समयों को पहचान लोगे तो फिर आप अपने जीवन में निराश नहीं होंगे। പിന്നീട് ആ പാത്രത്തിന് നന്മ ഉണ്ടായിട്ടില്ല, ദൈവത്തിന് അറിയാം ഇവൾ ഈ പാത്രത്തിന് അരികിലിരുന്ന ഇവൾ ഒരു മടിച്ചിയായി മാറും. आमेन हालेलुया। हम जानते हैं फिर वहां पर बारिश जब होने लगी उसके बाद उस बर्तन के अंदर भोजन फिर नहीं हुआ करता था, क्योंकि परमेश्वर जानते थे अगर मैं इसको देता रहूंगा तो ये अपने जीवन में आलसी बन जाएगी। ഇവൾക്കൊരു കുഞ്ഞുണ്ട്, ഇവർ ജോലിക്കൊക്കെ പോകാതെ ആ പാത്രത്തിന് അരികിലിരുന്ന് പിന്നീടുള്ള കാലങ്ങൾ കഴിച്ചു കൂട്ടേണ്ടി വരും. आमेन हालेलुया। अब उसका एक बच्चा भी है, तो अगर मैं इसको खाना देता रहूंगा तो जीवन भर वो कहीं पे काम पे भी नहीं जाएंगी, वहीं पर बैठी रहेगी। ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, പക്ഷെ ദൈവം പ്രവർത്തിക്കുന്ന സമയങ്ങളും ഉണ്ട്. हमारा परमेश्वर चमत्कारों का परमेश्वर है, मगर अपने कामों को करने का परमेश्वर का एक समय भी है। ഇതൊരു മാജിക്കല്ല, ഇത് യഥാർത്ഥമായ ഒരു ദൈവപ്രവൃത്തിയാണ് അവളുടെ വീട്ടിലുണ്ടായത്. आमेन। ये कोई मैजिक नहीं है प्रियो, मगर परमेश्वर का वास्तविक अद्भुत चमत्कार है जो उनके घर पे प्रकट हुआ है। ദൈവം തുറന്ന വഴികൾ അടഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത്, അത്രയും ടൈമേ അതിനുണ്ടായിരുന്നുള്ളൂ. आमेन। परमेश्वर का खोला हुआ मार्ग जब आपके आगे बंद हो जाता है उस समय आपको दुखी नहीं होना, क्योंकि आपको समझना है कि उतना ही समय था जो प्रभु ने आपके लिए रखा है। ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലാകുന്ന സമയത്ത് അവൾ ഭക്ഷണം ചോദിക്കുമ്പോൾ കടലിൽ നിന്നും മത്സ്യത്തിന്റെ തല പിളർന്ന് ദൈവം കാടപ്പക്ഷി അവരുടെ കൂടാരത്തിൽ കൊണ്ടുപോയി കൊടുത്തു. आमेन हालेलुया। इस्राएली लोग जब मरुस्थल में थे उन्होंने जब रोया परमेश्वर के आगे, जब वे प्रार्थना करने लगे तो समुद्र में से हालेलुया परमेश्वर ने उस बटेर को खड़ा करके उनके डेरे के आगे पहुंचा दिया। കയ്യെത്തി പിടിക്കും വിധത്തിലായിരുന്നു കാടപ്പക്ഷികൾ അവരുടെ അരികിൽ പറന്നു വന്നു നിന്നത്. आमेन। बटेर उनके डेरे के आगे इस प्रकार आकर उड़कर खड़े थे कि उनके हाथों से वे लोग पकड़ सकते थे। അത് സംഭവിച്ചത് ഒരു മാസത്തേനായിരുന്നു. और वो एक महीने के लिए ऐसा होता रहा। സത്യത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില ചുരുങ്ങിയ മാസങ്ങൾ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യും. आमेन हालेलुया। कभी कभार आपके जीवन में केवल कुछ महीनों के अंदर या थोड़े समयों के अंदर आपके लिए परमेश्वर चमत्कार करेगा। കാടപ്പക്ഷികൾ ദീർഘവർഷങ്ങളോളം മരുഭൂമിയിൽ അവരുടെ അരികിൽ വന്ന് നിന്നില്ല. और ये बटेर जो है सालों साल उस मरुस्थल में उनके पास नहीं आए हैं। ചില മാസങ്ങൾ മാത്രം തുറക്കപ്പെടുന്ന ദൈവത്തിന്റെ വഴികളുണ്ട്. आमेन। ऐसे भी कुछ परमेश्वर के मार्ग होते हैं जो केवल कुछ महीनों के लिए खुलता है। ഞാൻ പറയട്ടെ, ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് പറന്നു വരാൻ പോകുകയാണ്. आमेन। आज मैं आप लोगों से कहना चाहता हूँ इस महीने में आपके पास परमेश्वर की आशीषें उड़ते हुए आने जा रही है। എന്നാൽ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ കാടപ്പക്ഷികൾ കടലിൽ നിന്ന് അവരുടെ അരികിൽ വന്നിട്ടില്ല. हालेलुया। मगर फिर हम देखते हैं कुछ महीनों के बाद समुद्र में से वो बटेर दोबारा उनके आगे नहीं आया। പിന്നെ അവർ കാടപ്പക്ഷിയെ ഭക്ഷിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. आगे को उन लोगों ने बटेर दोबारा खाया है करके हम वचन में कहीं नहीं देखते, അത് ദൈവത്തിന്റെ ടൈം ആയിരുന്നു. क्योंकि वो परमेश्वर का समय था। ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന കൊടുത്തു. इसराइलियों को परमेश्वर ने मन्ना दिया അത് ദീർഘവർഷങ്ങൾ മരുഭൂമിയിൽ അവർ ഭക്ഷിച്ച ജനമാണ്. और अनेकों सालों तक उन्होंने उस मरुस्थल में उस भोजन को खाया है। എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്ന കനാൻ ദേശത്തോട് അവർ അടുത്ത് മോവാബിൽ ചെന്ന് കൃഷിയിടങ്ങളിലെ നന്മ അനുഭവിക്കുന്ന സമയത്ത് മന്നയുടെ പൊഴിച്ചിൽ നിന്നു. मगर मोआब के देश में पहुंचकर जब वो खेती बाड़ी करके वहां की आशीषों को जब पाने लगे तो परमेश्वर के स्वर्ग में से उस मन्ना का उतरना बंद हो गया। പ്രഭാതത്തിൽ മഞ്ഞ് പൊഴിയുന്നത് കൂടെ അവരുടെ പാളയത്തിലേക്ക് അവരുടെ വീടിനരികിലേക്കൊക്കെ മഞ്ഞ പൊഴിഞ്ഞു വീഴുമായിരുന്നു. हालेलुया। पहले इस्राएलियों के डेरे के आगे जिस प्रकार ओस गिरती है वैसे मन्ना भी आकर पड़ा रहता था। ഒരു ദിവസം രാവിലെ അവർ കണ്ണു തുറക്കുമ്പോൾ പിന്നീട് അവർ മഞ്ഞ കണ്ടിട്ടില്ല. मगर एक दिन सुबह जब उन्होंने आंख खोला तो उनके डेरे के आगे फिर मन्ना नहीं था, കാരണം അവർ നല്ലൊരു സ്ഥലത്ത് അവർ എത്തിയിരിക്കുകയാണ്. क्योंकि अब वे लोग एक अच्छे जगह पर पहुंच चुके हैं। ഇനി മഞ്ഞയില്ലല്ലോ എന്നോർത്ത് അവർ ഭാരപ്പെടേണ്ട, അവരെ അനുഗ്രഹിക്കപ്പെട്ട പ്ലേസിൽ ദൈവം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. आमेन हालेलुया। अब मन्ना हमें नहीं मिल रहा है इस बात को सोचकर हालेलुया चिंता करने की जरूरत नहीं है, क्योंकि परमेश्वर ने उन्हें हालेलुया एक अच्छे स्थान में पहुंचा दिया है। ചില ദൈവപ്രവൃത്തിയുടെ ആ പോയിന്റിൽ, ആ ഒരു പ്ലേസിൽ, ആ ഒരു മേഖലയിൽ നീ എത്തും വരെയും നിന്നെ കരുതി നടത്തുന്ന ദൈവത്തിന്റെ കരങ്ങളുണ്ട്.
आमेन हालेलुया। आपके हालेलुया परमेश्वर के हालेलुया योजना के मुताबिक एक आशीषित स्थान में पहुंचाने तक परमेश्वर आपके हाथों को पकड़कर लेकर चलता है प्रियो। കുറച്ച് കഴിയുമ്പോൾ അത് നിന്നു പോകുമായിരിക്കും. हो सकता है कि कुछ समय के बाद वो आशीष बंद हो जाए, പക്ഷെ മറ്റൊരു മേഖലയിൽ നീ എത്തിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് അത് നിൽക്കുന്നത്. मगर वो इस बात की सबूत है कि आप दूसरे एक मंडली में दूसरे एक स्तर पर अब पहुंच चुके हो। അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഇതുവരെയും പൊഴിഞ്ഞു വീണ മന്നകൾ ഇനി ജീവിതത്തിൽ ഇല്ലല്ലോ. പക്ഷെ മറ്റൊരു हालेलुया അനുഗ്രഹിക്കപ്പെട്ട പ്ലേസിൽ, കൃഷിയിടങ്ങളിൽ ദൈവം നിങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. आमेन हालेलुया। इसलिए आप अपने जीवन में इस बात के बारे में सोचकर चिंता ना करें, दुखी ना हो कि मेरे जीवन में अब मन्ना का आना बंद हो गया है, मगर आप इस बात को देखें कि परमेश्वर ने एक नए स्थान में जहां पर अच्छी खेती बाड़ी हो सकती है, अच्छा आशीष प्रभु ने आपके जीवन में रखा है, वहां पर प्रभु ने पहुंचा दिया है। കൃഷിയിടങ്ങളിൽ എത്തും മുമ്പേ ദൈവം മന്നയുടെ പൊഴിയുന്ന അവസ്ഥയെ ദൈവം അടക്കിയല്ല. നീ ഒരു നല്ല പ്ലേസിൽ എത്തപ്പെട്ടതിന് ശേഷം മാത്രമേ ദൈവം അത് അടയ്ക്കുകയുള്ളൂ. आमेन हालेलुया। उस अच्छे स्थान में जहां पर खेती हो सकती थी, वहां पर पहुंचने के बाद ही परमेश्वर आपके जीवन में मन्ना का हालेलुया देना बंद करेगा। जब तक आपको आशीष स्थान में वो ना पहुंचाए, आपकी जीवन की आशीषों को वो नहीं रोकेगा प्रियो। ദൈവത്തിനറിയാം അതാത് സമയത്ത് എന്താ ചെയ്യേണ്ടത്. ആ കൃത്യം സമയത്ത് ആ കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. आमेन हालेलुया। परमेश्वर अच्छे से जानते हैं कि ठीक ठीक समय पर हालेलुया या समय समय पर क्या करना है, हालेलुया उसके अनुसार ही होता है और वो आशीष का कारण होता है। അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ നിയോഗങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വിദ്വേഷം തോന്നുകയില്ല. അത് അത്രത്തോളം ഉണ്ടായിരുന്നു, ആ ടൈം വരെ ഉണ്ടായിരുന്നുള്ളൂ എന്നോർത്ത് നമ്മൾക്ക് അതിനെ അങ്ങനെ അങ്ങ് ചിന്തിച്ചു വിടാം. आमेन हालेलुया। इसलिए परमेश्वर के समयों की और परमेश्वर की अगुवाई के बारे में अगर हम जानेंगे, पहचानेंगे, तब हम दूसरों के प्रति कोई बैर भाव अपने मन में नहीं रखेंगे हालेलुया, और बड़े आशा के साथ हम उन बातों में आगे बढ़ पाएंगे प्रियो। അയ്യോ, അവർ കാരണമാണല്ലോ എന്റെ ജീവിതത്തിന്റെ നന്മകൾ അടഞ്ഞുപോയി, എന്റെ വഴികൾ അടഞ്ഞുപോയത് ആ വ്യക്തി നിമിത്തമായിരുന്നല്ലോ. അങ്ങനെയൊന്നും ചിന്തിച്ച് നമ്മൾ മറ്റുള്ളവരോട് വൈദ്വേഷം ഹൃദയത്തിൽ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. അത് ദൈവത്തിന്റെ ടൈം ആയിരുന്നു, ദൈവത്തിന്റെ സമയത്ത് അത് അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുക. यस हालेलुया। परमेश्वर के प्रियो, हम अपने जीवन में इस प्रकार ना सोचे कि फलाने व्यक्ति की वजह से मेरे जीवन की आशीषें बंद हो गई है या फिर उसने मेरे जीवन की भलाइयों को रोक दिया है। इस प्रकार हम ना सोचे, मगर हमें समझना है कि वो परमेश्वर का रखा हुआ समय था, केवल उतने समय के लिए ही था। जो आशीष मुझे मिलनी थी वो प्रभु के द्वारा ही हुआ है। इस बात को हमें पहचानना है। കടന്നു വന്ന ജീവിതത്തിന്റെ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വ്യക്തമായി മനസ്സിലാകും അത് ദൈവത്താൽ സംഭവിച്ചതായിരുന്നു. ഒരുപക്ഷെ അതിനകത്ത് ചില മാനുഷിക കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ ഒരു ദൈവ പദ്ധതിയാണെന്ന് ചിന്തിക്കുക. आमेन हालेलुया। जिस मार्ग में से होकर आए हैं, जिन अनुभव में से होकर हम गुजरे हैं हालेलुया, उन बातों में शायद दुख हमें हुआ होगा, मगर हम इस बात को समझ ले, मानुषिक लोगों ने उसके लिए हमारे जीवन के आशीषों को रोका भी होगा, मगर हम इस बात को ऐसा समझे कि वो परमेश्वर का समय था, परमेश्वर के द्वारा ही ये सब कुछ ऐसे हुआ है। പല വഴികളും ഇന്നലകൾ അടഞ്ഞു പോയില്ലെന്നോർത്ത് പലരോട് നമ്മുടെ ഹൃദയത്തിനകത്ത് വൈദ്വേഷവും വൈരാഗ്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അല്ല, അത് ദൈവത്തിന്റെ ടൈം ആയിരുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ കണ്ടതിനെ ഹൃദയത്തിൽ നിന്ന് തള്ളിക്കളയുക. आमेन हालेलुया। कल तक जो जिस अनुभव में से हम होकर गुजर रहे थे हालेलुया, आज अगर हमारे जीवन में कुछ अलग रीति से कुछ हो रहा है, तो हम ये ना सोचे कि मेरे जीवन में ऐसा क्यों हो रहा है, मेरी आशीष क्यों रोकी है, किस वजह से हुई है। सोचकर चिंता करने की जरूरत नहीं है, मगर हम इस बात को जान ले कि वो परमेश्वर का समय था और उतना समय ही है। ജീവിതത്തിൽ സംഭവിച്ച തിക്താനുഭവങ്ങളെ തള്ളിക്കളഞ്ഞ മനുഷ്യനാണ് ജോസഫ്. हम यूसुफ को देखते हैं, उसके जीवन में जो कुछ उसने घटना घटी है, उन सबको उसने वो भूल गया था। ഇന്നൊരു നല്ല പൊസിഷനിൽ ഇരിക്കുമ്പോൾ ജീവിതത്തിന്റെ കടന്നു വന്ന വഴികളെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒത്തിരി പേർ കൈവിട്ടു, ഒത്തിരി പേർ ചതിച്ചു. പക്ഷെ അങ്ങനെ ഒരു കാലത്തിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടി സംഭവിച്ചതെന്ന് വിശ്വസിച്ച് അതിനെ തള്ളിക്കളഞ്ഞ മനുഷ്യനാണ് ജോസഫ്. आमेन। यूसुफ को देखते हैं, अब एक अच्छे पोजीशन में जब वो पहुंच गया है, पीछे मुड़कर जब अपने जीवन को देखता है तो काफी दुख भरी अनुभव उसके जीवन में घटी है, मगर उसने इस बात को जान लिया कि मुझे इस अच्छे पद पर पहुंचाने के लिए परमेश्वर का हालेलुया मार्ग था, जिसमें से मैं होकर गुजरा हूँ। എല്ലാം ദൈവത്തിന്റെ ടൈമിംഗിൽ അതാത് സമയത്ത് എല്ലാം നിയോഗത്താൽ സംഭവിച്ചു. आमेन। सब कुछ परमेश्वर के समय में, परमेश्वर के समय के मुताबिक, उस अगुवाई के अनुसार ही होगा। നോഹി എന്ന് പറയുന്ന മനുഷ്യന്റെ പെട്ടകം ഉണ്ടാക്കിയല്ലോ. और नूह नाम के व्यक्ति ने एक जहाज बनाया। സകല മൃഗങ്ങളും പർവ്വജാതികളും ഇഴജാതികളും പക്ഷികളും എല്ലാം ആ പെട്ടകത്തിന്റെ റൂമിൽ അറകൾക്കകത്തുണ്ടായിരുന്നു. आमेन। हर एक जीव जंतु जानवर पशु पक्षी सब कुछ, सब लोग जो है उस जहाज के अंदर थे। ഒത്തിരി കഷ്ടപ്പെട്ടാണ് താൻ ആ പെട്ടകം ഉണ്ടാക്കിയത്. अनेक कष्टों को सहकर नूह ने उस जहाज को बनाया था। മരം മുറിച്ച് അതിന്റെ അളവെടുത്തു, അതിൽ കീലും അതെല്ലാം തേച്ച് വളരെ സുരക്ഷിതമായി തന്നെ അതുണ്ടാക്കി. आमेन हालेलुया। काफी बड़े बड़े पेड़ों को काटा और उसमें नाप तोलकर सब कुछ अच्छे से राल लगाकर बहुत ही सुंदर रीति से उसको बनाया। ആ ഒരു കപ്പൽ എല്ലാ ജീവജാലങ്ങളെയും വഹിച്ചുകൊണ്ട് ചില ആളുകൾ ഒഴുകി നടന്നു. അതിന് ശേഷം ഒരു പർവ്വതത്തിൽ പുറത്തു. आमेन। वो जहाज जो है उसमें सारे जानवरों को, पशु पक्षियों को रखकर वो जहाज चलता रहा कुछ महीनों तक, और आखिर में जाकर एक पहाड़ की चोटी पर वो रुक गया। എന്നാൽ ഒരിക്കൽ നോഹ ദൈവനിയോഗത്താൽ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു.
आमीन। एक दिन ऐसा हुआ कि परमेश्वर की अगुवाई में नूह ने जो है हालेलुया उस जहाज के द्वार को खोला ആ പെട്ടകം ഇരിക്കുന്ന ഒരു പർവ്വതത്തിന് മുകളിലായിരുന്നു. और देखा कि वो जहाज जो है एक पहाड़ की चोटी पर रुका हुआ है। പക്ഷികളൊക്കെയും പറന്ന് അതിന്റെ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് കാടുകളിലേക്കൊക്കെ അത് പറന്നുപോയി. आमीन हालेलुया। जितने पक्षी उसमें थे वो सब पक्षियां उड़कर अपने अपने जंगलों में वापस चली गई। മൃഗങ്ങളാണെങ്കിൽ അതെല്ലാം ഓരോ വ്യത്യസ്തമായ മേഖലയിലേക്ക് കാടുകളിലേക്ക് അത് യാത്രയായി. आमीन। जानवर भी जितने उस जहाज में थे वे लोग भी निकलकर आमीन अपने अपने जगहों में अपने अपने स्थानों में चले गए। സത്യത്തിൽ ഇവിടെ നാം എല്ലാ ജീവജാലങ്ങളും ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ വേണ്ടിയുള്ള യാത്രയിലായിരുന്നു. और यहाँ पर हर एक जीव जंतुओं को हम देखते हैं एक नया जीवन की शुरुआत के लिए वे लोग निकल पड़े हैं। നോഹയും പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. और इस प्रकार नूह भी हालेलुया उस जहाज में से बाहर निकला। താഴ്വരയിൽ വന്ന് പെട്ടകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലകളിൽ ഒത്തിരി മൃഗങ്ങളും പക്ഷികളൊക്കെ നിറഞ്ഞുന്ന പെട്ടകം ഇന്ന് ശൂന്യമായി. ഒന്നുമില്ല, അതിനകത്ത് ഒന്നുമില്ല, അറകൾ മുഴുവനും ശൂന്യമാണ്. आमीन हालेलुया। आप जब बाहर निकल कर देखा तो कल तक जितने जीव जंतु हालेलुया पशु पक्षियां जिस उस जहाज में जो भरे हुए थे, आज देखा जाए तो वो जहाज जो है संपूर्ण रीति से खाली हो चुका है। ഒരു ടൈമായിരുന്നു, ഒരു ടൈമിങ്ങിൽ മാത്രം സംഭവിച്ചൊരു ദൈവപ്രവൃത്തി. देखो ये भी थोड़े समय के लिए था, परमेश्वर का समय था कि उतने समय के लिए ही इन सबको उसमें जहाज में रहना था। ये परमेश्वर का तय किया हुआ समय है। ഇന്ന് ആ പെട്ടകത്തിനകത്ത് ഒരു പക്ഷിയോ മൃഗങ്ങളോ ഒന്നുമില്ല. आज उस जहाज के अंदर देखा जाए तो कोई पशु पक्षी उसके अंदर नहीं है। അത് പണിയുവാൻ ഒരു ദൈവത്തിന്റെ നിയോഗം, അതിൽ കയറി പ്രവേശിച്ച് അതിൽ ജീവൻ പ്രാപിക്കുവാൻ ഒരു നിയോഗം, അതിൽ നിന്ന് ഇറങ്ങുവാൻ ദൈവത്തിന്റെ ഒരു ടൈം. आमीन हालेलुया। उस जहाज को बनाने के लिए परमेश्वर की एक अगुवाई थी। उस जहाज में रहने का हालेलुया परमेश्वर का एक समय था। उस जहाज में से बाहर निकलने के लिए भी परमेश्वर ने एक समय रखा था। നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സമസ്ത മേഖലകളിലും അതാത് സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. आमीन। क्या आप लोग विश्वास कर सकते हैं आपके जीवन के हर एक समय पर हालेलुया जरूरतों के अनुसार परमेश्वर आपके लिए अद्भुत कार्यों को करेंगे। പിന്നെ നോഹ ഒരു കുടിലൊക്കെ ഉണ്ടാക്കി താമസിക്കുകയാണ്. और आगे को हम देखते हैं नूह ने इस प्रकार एक छोटा सा झोपड़ी बनाकर वो वहां पर रहने लगा। നമ്മളാണെങ്കിൽ ആ പെട്ടകത്തിൽ തന്നെ താമസിക്കും. अगर हम होते तो हम उस जहाज के अंदर ही रहते। ഒരു വലിയ വീട് കിട്ടിയല്ലോ, അനുഗ്രഹിക്കപ്പെട്ട മുറികളൊക്കെ ഉള്ള ഒരു നല്ല വീട് കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ താമസിക്കും. जैसा हम इस प्रकार सोचते हैं कि देखो बहुत ही एक अच्छा घर मिल गया है, इसमें काफी सारे कमरे हैं, इसी जहाज में रह लेते हैं सोचकर हम वहीं पर रहते। നോഹ അടുത്ത ദൈവ നിയോഗത്തിലേക്ക് കയറി. मगर नूह ने ऐसा नहीं किया। नूह परमेश्वर की अगली अगुवाई में वो प्रवेश करा അദ്ദേഹം മുന്തിരിത്തോട്ടം ഉണ്ടാക്കുവാൻ തുടങ്ങി. और वो बाहर निकलकर वहां पर दाग की बारी उसने लगाई। ഒരു നിയോഗം അസ്തമിക്കുമ്പോൾ അടുത്ത ദൈവ നിയോഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കയറ്റിയിരിക്കും. आमीन। एक अगुवाई परमेश्वर के एक मार्ग जब बंद होता है, परमेश्वर अगले मार्ग में या अपनी अगली अगुवाई में आपको लेकर चलता है। प्रियो, ചില ദൈവ നിയോഗങ്ങൾ ഈ ദിവസങ്ങളിൽ നീ പ്രാപിക്കുവാൻ പോകുകയാണ്. इन दिनों में आप परमेश्वर की उन अगुवाइयों को पाने जा रहे हो। ഇന്നലകളിൽ നിന്നെ നടത്തിയ നിയോഗത്തിന്റെ ശക്തി ഇന്ന് പകലും നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. आमीन। कल तक आपको चलाए हुए परमेश्वर की आत्मा की सामर्थ और अगुवाई अब आगे भी आपको चलाने जा रही है। ഈ ദിവസങ്ങളിൽ നീ പരാജയപ്പെടുകയില്ല, നീ വിജയിക്കാൻ പോകുകയാണ്. इन दिनों में आप लोग पराजित नहीं होंगे, आप जय पाने जा रहे हो। എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവപ്രവൃത്തിയാലുള്ള ദൈവനിയോഗത്താൽ മാത്രമായി? आमीन। कितने लोग विश्वास करते हैं कि जो कुछ मेरे जीवन में हुआ था सब परमेश्वर की अगुवाई में परमेश्वर के अनुसार समय के अनुसार हुआ है। നിങ്ങൾ ദൈവനിയോഗത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്നുവെങ്കിൽ ലിഫ്റ്റിൽ പോകുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏതൊക്കെയോ മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ്. आमीन। यदि आप परमेश्वर की अगुवाई में खड़े होने के लिए तैयार है तो जिस प्रकार एक लिफ्ट आपको उठाकर लेकर जाती है, वैसे ही आपको नए स्तरों पर परमेश्वर आपको लेकर जाएगा। പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചലിക്കുക, നിങ്ങളെ ദൈവാത്മ ഉപയോഗിക്കാൻ പോകുകയാണ്. पवित्र आत्मा के अगुवाइयों में आप चलते रहे, परमेश्वर की आत्मा आपको इस्तेमाल करेगा। प्रियो, വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. आमीन। इन वचनों के द्वारा परमेश्वर आप सबको आशीषित करे। आमीन आमीन।